സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തിലെ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുവാനുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. മൊത്തത്തിൽ 6400 രൂപയാണ് നമുക്ക് ലഭിക്കുവാനുള്ളത്. ഈ 6400 രൂപയിൽ ഒരു ഗഡു കൂടി സർക്കാർ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തനത് മാസത്തെ സഹായത്തോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി ചേർക്കുമ്പോൾ ഒരാൾക്ക് 3200 രൂപ എന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതിന്റെ വിതരണം ജനുവരി മാസം 27-ാം തീയതിയോടെ ആരംഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ എത്ര ഗഡുക്കളാണ് വിതരണം ചെയ്യുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ 2500 കോടിയോളം രൂപ വായ്പ എടുത്തിരുന്നു. ഇതുകൂടാതെ 3300 കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായവും സർക്കാരിന് ലഭ്യമായിട്ടുണ്ട്. ഇത് ഏതു രീതിയിൽ ഈ ഒരു തുക വിനിയോഗിക്കുമെന്നും തുടങ്ങിയ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തത വരുന്നതേയുള്ളൂ. അവിടുത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ വിതരണ കരാറുകളുടെ സമരം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പല മേഖലകളിലും റേഷൻ പ്രതിസന്ധി എന്നുള്ള തരത്തിലുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നു. എങ്കിലും റേഷൻ വിതരണം മുടങ്ങാതെ നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ കർഷകർ ഉടമകളും ആനുകൂല്യം നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു മാസം വിതരണ കരാറുകാരുടെ സമയം അത് നീക്കുപോക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യങ്ങൾ അത് ലഭിക്കുന്നതിലെ അളവിലൊക്കെ കുറവ് വന്നേക്കാം. അതോടൊപ്പം തന്നെ ഉദ്ദേശിക്കുന്ന പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കരാർ ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ്.